എൻ്റെ പേര് അരുൺ. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിക്കായി ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ അങ്ങോട്ട് ജോലിയൊന്നും ശരിയായില്ല. വിദേശത്ത് പോകാനും ഞാൻ ശ്രമിച്ചു, പക്ഷെ അതും ശരിയായില്ല. അങ്ങനെയാണ് ചെന്നൈയിലുള്ള എൻ്റെ ബാല്യകാല സുഹൃത്തായ രാഹുൽ യാദൃച്ഛികമായി എനിക്ക് ഫോൺ വിളിച്ചത്. എടാ അരുണേ, നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? അവൻ്റെ ആ ഒരു ചോദ്യം. ഒരു മിനിറ്റ് ഞാൻ നിശബ്ദനായി. കാരണം ആ ചോദ്യം നാട്ടുകാരും ബന്ധുക്കളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അവൻ പിന്നെയും അതേ ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അങ്ങ് ശരിയായിട്ടില്ല. എടാ രാഹുലേ, നിന്റെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് 2 ദിവസം കഴിഞ്ഞ് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ നാട്ടുവിശേഷമൊക്കെ സംസാരിച്ച് അവൻ ഫോൺ വെച്ചു. അങ്ങനെ 2 ദിവസം 2 ആഴ്ച കഴിഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരം അവൻ വീണ്ടും വിളിച്ചു. അന്നൊരു ഞായറാഴ്ച ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഓഫീസ് ഉണ്ടായിരുന്നില്ല. എടാ അരുണേ, എൻ്റെ കമ്പനിയിൽ ജോലി ഒഴിവുണ്ട്, നീ വരുന്നോ എന്ന് അവൻ്റെ ആ ഒരു ചോദ്യം കേട്ടതും ഒന്നും ആലോചിച്ചില്ല. എപ്പോൾ വരണമെന്ന് എൻ്റെ അടുത്ത ചോദ്യം. അങ്ങനെ ചൊവ്വാഴ്ച പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വീട്ടുകാരോടും ഫ്രണ്ട്സിനോടെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. ആ യാത്രയിൽ ഒരുപാട് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു. രാവിലെ 9 മണിക്കായിരുന്നു ട്രെയിന്. ഒരു പരിചയവും ഇല്ലാത്ത ആ നാട്ടിലേക്കാണ്. ഉള്ളിൽ ഒരുപാട് ടെൻഷനുമുണ്ട്. രാഹുൽ മാത്രമേ എനിക്ക് അവിടെ പരിചയമുള്ളൂ. യാത്ര ഒരു കുഴപ്പവും ഇല്ലാതെ സുഖമായിരുന്നു. രാത്രി 10:30 ഞാൻ ചെന്നൈയിലെത്തിയത്. ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്നൊരു മസാല ദോശ ഓർഡർ ചെയ്തു. തലവേദന കാരണം അതുകൂടെ തന്നെ ഒരു ചായയും ഞാൻ ഓർഡർ ചെയ്തു. ഭക്ഷണം കൊണ്ടുവരുന്ന സമയം കൊണ്ട് ഞാൻ രാഹുലിനൊന്ന് ഫോൺ അടിച്ചു. അവൻ്റെ ഫോൺ അടിച്ച് കട്ടായി. അവൻ എടുത്തില്ല. അപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാഹുൽ തിരിച്ചു വിളിച്ചു. എടാ സോറി, ഫോൺ സൈലന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഡ്യൂട്ടിയിലാണ്. രാഹുലിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരും കുറച്ചു നേരം സംസാരിച്ചു. വാച്ച്മാൻ്റെ കയ്യിൽ കീ കൊടുത്തിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പോകാനുള്ള ലൊക്കേഷൻ അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടാക്സി ബുക്ക് ചെയ്ത് ഞാൻ ആ അഡ്രസ്സിലോട്ട് പോയി. സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്യണം അവൻ്റെ ഫ്ലാറ്റിലെത്താൻ. അവിടെ നിന്ന് വാച്ച്മാൻ്റെ കയ്യിൽ നിന്നും കീയും വാങ്ങി ഞാൻ നടന്നു. അപ്പോഴാണ് വാച്ച്മാൻ പറയുന്നത് അപ്പുറത്തെ സൈഡിൽ ലിഫ്റ്റ് ഉണ്ട് എന്ന്. അത് കേട്ടപ്പോൾ മനസ്സ് ഒരുപാട് ആശ്വാസമായി. കാരണം ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അങ്ങനെ എന്തോ ആലോചിച്ച് നിന്നപ്പോഴേക്കും 5ാം നിലയിലെത്തി. റൂം തുറന്ന് ഫ്രഷായി. അപ്പോഴേക്കും സമയം 12:30 കഴിഞ്ഞിരുന്നു. റൂമിലെത്തിയ കാര്യം നാളെ വീട്ടിലേക്ക് വിളിച്ചു പറയാം, ഒരു മെസ്സേജ് മാത്രം അയക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും യാത്രാ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നു. ആദ്യം ഞാൻ സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു. പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോർ തുറന്നു നോക്കിയപ്പോൾ ആ മങ്ങിയ വെളിച്ചത്തിൽ ഒരാളെ കാണാമായിരുന്നു. ഞാൻ ഡോർ തുറന്നതും അയാൾ അകത്തേക്ക് കയറി. അത് രാഹുലാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താ പെട്ടെന്ന് വന്നേ? ഫോൺ വിളിച്ചപ്പോൾ രാവിലെ വരാമെന്നല്ലേ എന്നോട് പറഞ്ഞത്. പക്ഷെ അവൻ എന്നോട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഉറക്ക ക്ഷീണം, ഞാൻ പോയി ഉറങ്ങട്ടെ, നമുക്ക് രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് രാവിലെ 9 മണിക്കായിരുന്നു. എണീറ്റ് ഞാൻ അവൻ്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ കരുതി അവൻ പുറത്തു പോയിട്ടുണ്ടാകുമെന്ന്. അവന് ഫോൺ അടിക്കാൻ നിന്നപ്പോഴേക്കും അവൻ കയറി വരുന്നത് കണ്ടു. അവൻ പറഞ്ഞു, സോറിയടാ, ഇന്ന് കുറച്ച് വൈകിപ്പോയി. എപ്പോഴും ഞാൻ 6 മണിക്കെല്ലാം വരാറുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു പൊതിയും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താടാ കയ്യിലെന്ന്. അവൻ പറഞ്ഞു, നമുക്ക് കഴിക്കാൻ ടിഫിൻ വാങ്ങിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. കുറച്ചു നേരം ഞങ്ങൾ 2 പേരും സംസാരിച്ചിരുന്നു. അതിനുശേഷം അവൻ ഫ്രഷ് ആകാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, എടാ രാഹുലേ, നീ ഇന്നലെ രാത്രി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരുപാട് ടൈം നീ വെയിറ്റ് ചെയ്തോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് എപ്പോൾ എന്നൊരു അത്ഭുതത്തോടെയാണ് എന്നോട് അവൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി എന്ന്. അവൻ പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? ഞാൻ ഇപ്പോഴല്ലേ വന്നത് എന്ന് രാഹുലിൻ്റെ മറുപടി. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ തരിച്ചു പോയി. എൻ്റെ ഉള്ളിൽ 100 ചോദ്യങ്ങൾ ഉയർന്നു. ഞാൻ പിന്നെയും അവനോട് ചോദിച്ചു, നീ എന്നെ കളിപ്പിക്കുകയാണോ എന്ന്. ഞാൻ വന്നിട്ടില്ല, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ അവനോട് രാത്രി നടന്നതെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ ഒരേ ചിരി. അവൻ ആ ചിരി നിർത്താനേ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, നീ എന്തിനായി ചിരിക്കുന്നത് എന്ന്. അവൻ എന്നോട് പറഞ്ഞു, നീ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും, നിനക്ക് കോളിംഗ് ബെൽ അടിച്ചതുപോലെ തോന്നിയിട്ടുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും അവൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നിയതാവും എന്ന മറുപടി മാത്രമാണ് അവൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ രാത്രി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രി തന്നെ ആയിരിക്കും.
ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ലൈക്കും.